വീണ്ടും ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും 2026 ഓണാശംസകൾ നേരുകയാണ്. നല്ല യാത്രകൾ ചെയ്തും നല്ല ഓണസദ്യ ഉണ്ടും നല്ല സിനിമകളൊക്കെ കണ്ടുമൊക്കെ നമുക്ക് ഈ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ചാനൽ കൂടാതെ സിനിമകൾ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനൽ കൂടിയുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ അതിലും ആ ചാനലിൻ്റെ നെയിം കാണാം. ഫ്ലേമിംഗ് തിങ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ സിനിമ റിവ്യൂകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ വീഡിയോകളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഫോൺ കോൺടാക്ട്സിൽ നമ്മൾ ആരെയെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോൺ കോൺടാക്ട്സിൽ നിന്ന് അപ്രത്യക്ഷമാകും അല്ലേ? എന്നാൽ അങ്ങനെ ഡിലീറ്റ് ചെയ്ത നമ്പറുകളെ നമുക്ക് വീണ്ടും ഫോൺ കോൺടാക്ട്സിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാതെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലൂടെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത നമ്മുടെ ഫോൺ കോൺടാക്ട്സിലെ നമ്പറുകളെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മുടെ കോൺടാക്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിലൂടെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത നമ്പറുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അങ്ങനെ ഈ രീതിയിൽ നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ വ്യക്തമാക്കാം. അപ്പോൾ ഫോൺ കോൺടാക്ട്സുകളെ സംബന്ധിച്ചും അതേപോലെ കോളുകളെ സംബന്ധിച്ചുമൊക്കെ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരും. അതേപോലെ ഇവിടെയും അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ എങ്ങനെ ഡിലീറ്റായ നമ്പറുകളെ റിക്കവർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം എൻ്റെ ഫോണിലെ കോൺടാക്ട്സിൻ്റെ ഈ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് കോൺടാക്ട്സ് ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഹോം സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയി. 30 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോൺ നമ്പറുകളാണ് നമുക്ക് ഈ രീതിയിൽ റിക്കവർ ചെയ്യാൻ സാധിക്കുക. കാരണം നമ്മൾ ഫോൺ നമ്പറുകൾ ഡിലീറ്റ് ചെയ്തിട്ട് 30 ദിവസം കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോൺടാക്ട്സിൽ നിന്ന് 30 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്ത നമ്പറുകളെ റിക്കവർ ചെയ്യാനായിട്ട് ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ ഇവിടെ കാണുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ നടുവിലായിട്ട് കോൺടാക്ട്സ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ അൺഡു ചേഞ്ചസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. ഇനി അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐഡികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ സ്ക്രീനിന്റെ താഴെ ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഏത് ജിമെയിൽ അക്കൗണ്ട് ആണോ നിങ്ങൾ കോൺടാക്ട്സിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് 3 ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ജിമെയിൽ അക്കൗണ്ട് തന്നെയാണ് ഞാൻ കോൺടാക്ട്സിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ തന്നെ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ നീളത്തിലൊരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ 10 minutes ago, 1 hour ago, yesterday, 1 week ago, കസ്റ്റം തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ 5 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ കോൺടാക്ട്സിലേക്ക് പുതിയ 2 ഫോൺ നമ്പറുകൾ ആഡ് ചെയ്തു, സേവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ കോൺടാക്ട്സിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫോൺ നമ്പറിനെ ഡിലീറ്റ് ചെയ്തു എന്നും വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിലുള്ള 10 minutes ago എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് കൺഫേം കൊടുക്കുകയാണെങ്കിൽ 10 മിനിറ്റിന് മുമ്പ് നിങ്ങളുടെ കോൺടാക്ട്സ് ഏത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലേക്ക് തന്നെ മാറുന്നതാണ്. അതായത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഒരു ഫോൺ നമ്പർ ഉണ്ടല്ലോ, അത് വീണ്ടും കോൺടാക്ട്സിലേക്ക് തിരിച്ചു വരും. എന്നാൽ പുതിയതായിട്ട് നിങ്ങൾ കോൺടാക്ട്സിൽ ആഡ് ചെയ്ത 2 ഫോൺ നമ്പറുകൾ ഉണ്ടല്ലോ, അത് കോൺടാക്ട്സിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യും. കാരണം എന്താണ്? 5 മിനിറ്റിന് മുമ്പ് പുതിയ 2 ഫോൺ നമ്പറുകളെ നിങ്ങൾ ആഡ് ചെയ്തു, ഒപ്പം പഴയൊരു നമ്പർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ 10 മിനിറ്റിന് മുമ്പ് നിങ്ങളുടെ ഫോണിൽ ആ പഴയ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ പുതിയതായിട്ട് ആഡ് ചെയ്ത ആ 2 കോൺടാക്ട് നമ്പറുകൾ അപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് അവ കോൺടാക്ട്സിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യും.
ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ തന്നെയാണ് 1 hour ago, yesterday, 1 week ago തുടങ്ങിയ ഓപ്ഷനുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ടൈമുകൾക്ക് മുമ്പ് നിങ്ങളുടെ കോണ്ടാക്ട്സ് ഏത് അവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലേക്ക് മാറുന്നതാണ്. അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലതവണ ഫോൺ നമ്പറുകളെ ഡിലീറ്റ് ചെയ്തും പുതിയ നമ്പറുകളെ ആഡ് ചെയ്തും പരിശോധിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഏറ്റവും താഴെ കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ നീക്കുക. ഇവിടെ ഡേയ്സ്, അവേഴ്സ്, മിനിറ്റ്സ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ നടുവിലായിട്ട് 000 എന്ന് കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്താണ് നമ്പറുകളെ നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ ഡേയ്സിന് താഴെയുള്ള 0യുടെ മുകളിലായിട്ട് 30 എന്ന് കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ താഴേക്ക് വലിക്കുകയാണെങ്കിൽ ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് ആ 0യിലേക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഇനി അതിന്റെ താഴെയായിട്ട് 0 എന്ന് കാണുന്നുണ്ടല്ലോ, ആ 0യിൽ ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ നീക്കുകയാണെങ്കിൽ 1 മുതൽ മുകളിലേക്കുള്ള നമ്പറുകളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ 30 തന്നെ കൊണ്ടുവന്ന് വെക്കുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള അവേഴ്സ്, മിനിറ്റ്സ് തുടങ്ങിയ ഓപ്ഷനുകളും. ഇനി അവേഴ്സ് ആണെങ്കിൽ 1 മുതൽ 24 മണിക്കൂറുകൾ വരെയും, മിനിറ്റ്സ് ആണെങ്കിൽ 1 മുതൽ 60 സെക്കൻഡുകൾ വരെയും നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ആഡ് ചെയ്യുക. ഇനി ഈ ബോക്സിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് കൺഫേം എന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ കൺഫേമിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ നടുവിൽ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിന് താഴെ ഇവിടെ ഓക്കെ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്യണം. ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. 30 ദിവസങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് എന്റെ കോണ്ടാക്ട്സ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഞാൻ മറ്റേ വീഡിയോയിൽ കോണ്ടാക്ട്സ് നമ്പറുകളെ ഡിലീറ്റ് ചെയ്തും പുതിയ നമ്പറുകളെ ആഡ് ചെയ്തും ഒക്കെ കാണിച്ചിട്ടുണ്ട്. സമയം വെറുതെ കളയണ്ടെന്ന് കരുതിയാണ് ഞാനത് ഇവിടെ ചെയ്ത് കാണിക്കാത്തത്. അപ്പൊ മറ്റേ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഇപ്പൊ സ്ക്രീനിൽ അതിന്റെ തമ്പനെയിൽ വരുന്നതാണ്, അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ രീതികളിലൂടെ നമ്മുടെ കോണ്ടാക്ട്സിൽ നിന്ന് കളഞ്ഞ നമ്പറുകളെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ റിക്കവർ ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു കടലാസിൽ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം റിക്കവർ ചെയ്യുക. അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത നമ്പറുകളൊക്കെ കോണ്ടാക്ട്സിൽ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.